ഹലോ, വെൽക്കം ടു കരിയർ വിത്ത് അവോദ. ഏത് കോഴ്സായിരുന്നു? ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഓക്കെ, ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിട്ടായിരുന്നോ? ഞാൻ ഓൺലൈൻ ആയിട്ടായിരുന്നു പഠിച്ചത്. ഓൺലൈനായിട്ട് പഠിക്കാൻ ലാപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്റെ ലാപ്ടോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, അത് മുഖേന തന്നെയാണ് പഠിച്ചത്. ഓൺലൈൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ജോലിയോ അല്ലെ പഠിത്തോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ? കറന്റ് ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ ഞാൻ 2-3 മാസം കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. ആ സമയം കൊണ്ടായിരുന്നു ഞാൻ ഈ കോഴ്സ് ചെയ്തത്. ആദ്യമേ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇത് മുഖേന ഏതെങ്കിലും ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചു. ക്ലാസ് കൊള്ളായിരുന്നു. എല്ലാം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാം മനസ്സിലായി. ഓക്കെ, എല്ലാം ചെയ്തൊക്കെ നോക്കില്ലായിരുന്നോ? എല്ലാം ചെയ്ത് നോക്കി. ഇപ്പം കറന്റ് ഇന്റേൺഷിപ്പ് ആണ് എനിക്ക്. അമേരിക്കൻ ഐബസ് എന്നുള്ള കമ്പനിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് പോസ്റ്ററും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റേൺഷിപ്പ് ഒക്കെ കുഴപ്പമില്ല. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ അവരിങ്ങനെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. ഫ്രണ്ട്സിന് ജോലിയുണ്ട് എല്ലാവർക്കും. അവര് ഇത് മുഖേന ഫ്രണ്ട്സ് വഴി ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇപ്പം +2 കഴിഞ്ഞവരുടെയൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ പോയി പഠിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാറുണ്ട്. 45 തരം കോഴ്സുകൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയുന്നത്? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ല. എല്ലാം ഒരു ക്യാപ്സ്യൂൾ മുഖേനയാണ് നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും കൈമാറുന്നത്. അപ്പൊ നമുക്കിത് കൂടുതലായിട്ടും പെട്ടെന്ന് ദഹിക്കും. ഇപ്പം വലിച്ചു നീട്ടി പറയുന്നില്ല. ഇപ്പം നമ്മളിപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ എല്ലാം വലിച്ചു നീട്ടി പറയും, ആവശ്യമില്ലാത്തതും മറ്റും. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യത്തിനുള്ള ടൂൾസ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഈ അത്യാവശ്യമുള്ള ടൂൾസ് ഇവിടെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ടൂൾസും പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പിൽ കിട്ടുന്ന നമ്മുടെ എക്സ്പീരിയൻസും കൊണ്ട് മാത്രമേ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ടൈം.